ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ടൈപ്പ് വീഡിയോ എൻ്റെ ചാനലിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞങ്ങൾ തിരുവില്ലാമലയിൽ പോയ വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ അവിടുത്തെ ഉത്സവമായിരുന്നു. 3 ദേശക്കാരും കൂടെ നടത്തുന്ന ഉത്സവമായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിന് ഒരു ആനക്കമ്പം കൂടുതലായതുകൊണ്ട് പുള്ളി എല്ലാ ഉത്സവങ്ങളും കാണാൻ പോകാറുണ്ട്. ഇത്തവണ ഇപ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വർക്കല സ്റ്റേഷനിൽ ചെന്നു. അവിടെ നിന്നാണ് ട്രെയിൻ കയറിയത്. അന്ന് രാവിലെ ശബരിയിലാണ് പോയത്. അപ്പം 2 സ്ലീപ്പർ എടുത്തു. കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് സൈഡ് സീറ്റ് കിട്ടിയില്ല. ഉള്ള സീറ്റിലിരുന്നു കൊണ്ട് കുറച്ചൊക്കെ വീഡിയോ എടുത്തു. അപ്പം മാവേലി കയറിയെത്തിയപ്പോൾ സൈഡ് സീറ്റ് കിട്ടി. സന്തോഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ വീഡിയോയും ഹസ്ബൻഡിനെ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോയും എടുക്കായിരുന്നു ജോലി. ശേഷം വിശപ്പടിച്ചപ്പോൾ ചായ വാങ്ങിത്തരുമെന്ന് ചോദിച്ചു. ചായ മേടിച്ചു തന്നു. അപ്പോൾ 2 വടയും മേടിച്ചു തന്നു. അതും കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാഗിനകത്തിരുന്ന് ബിസ്ക്കറ്റ് എടുത്ത് കയറ്റാൻ തുടങ്ങി. ബിസ്ക്കറ്റും കയറ്റി വീണ്ടും ഇരുന്ന് തുടങ്ങി. ഒരുപാട് സമയം കഴിഞ്ഞു. വീണ്ടും ഉച്ചര കഴിഞ്ഞപ്പോൾ വിശപ്പ് വീണ്ടും അടിച്ചു തുടങ്ങി. പിന്നെ ഇപ്പം എത്തും എന്നുള്ള ഹസ്ബൻഡിൻ്റെ ആത്മവിശ്വാസം കാരണം ഞാൻ പിന്നെ വിശപ്പിക്കുന്ന കാര്യം വേണ്ടിയില്ല. അപ്പോൾ ഇരുന്ന് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉത്രാളിക്കാവ് കാണിച്ചു തരാമെന്ന്. അങ്ങനെ പോയി ഉത്രാളിക്കാവ് കണ്ടു. ട്രെയിനിരുന്ന് കണ്ടുകൊണ്ടായിരിക്കണം ഭംഗി അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. റിയലായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. എന്നാലും പോട്ടെ, കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ സന്തോഷവതിയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ നിലയെ കണ്ടു. നിലയുടെ രൂപമാറ്റം കണ്ടപ്പോൾ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിച്ചൊരു കവിത ഓർമ്മ വന്നത്. അതിലൊരു വരി ഉണ്ടായിരുന്നു. പേരാറെ നീ മാറിപ്പോമോ ആഗോലയമോരഴുക്കുചാലായി. അതുപോലെ ശോഷിച്ചു പുഴ അങ്ങ് നശിക്കാറായെന്ന് തോന്നുന്നു. എന്തായാലും അതൊക്കെ കണ്ടു. നമ്മൾ നേരെ ഒറ്റപ്പാലത്ത് നിന്ന് ട്രെയിൻ ഇറങ്ങുകയും അവിടുന്ന് ബസ്സിൽ കയറുകയും ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി നടക്കേണ്ടി വന്നില്ല. അവിടുന്ന് കുറച്ചൊന്ന് മുന്നോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ബസ് സ്റ്റാൻഡായി. അവിടുന്ന് ഫുഡും കഴിച്ചു. നേരെ തിരുവില്ലാമലയ്ക്ക് ബസ് കയറി. 18 രൂപ പോയിൻ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഞങ്ങളിവിടുത്തെ പോലെ ടിക്കറ്റൊന്നും തന്നില്ല. അവർ പൈസ മാത്രമേ വാങ്ങിയുള്ളൂ, ടിക്കറ്റ് തരാറില്ല. എന്തോ ആവട്ടെ. ഒരു സ്റ്റോപ്പിലിറക്കി നമ്മൾ അവിടുന്ന് നേരെ മുകളിലോട്ട് നടന്നു. ഞങ്ങളെപ്പോലെ ഉത്സവം കാണാൻ വന്ന കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു ഇതെപ്പോൾ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ ഒരു മണി ലേറ്റാവും, 8-8:30 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ബസ്സുകാരൻ്റെ അടുത്ത് ടൈം ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ആ സമയത്തൊന്നും ബസ് തിരിച്ച് കാണത്തില്ല എന്ന് പറഞ്ഞു. സൂപ്പർ. പിന്നെ കാണാൻ പറ്റുന്നവരെ കണ്ടിട്ട് തിരിച്ചു വരാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഞാനും ഹസ്ബൻഡും മല കയറാൻ തുടങ്ങി. കയറി കുന്നിൻ്റെ മണ്ട വരെ എത്തി. അപ്പോഴത്തേക്കും തളർന്നു. അപ്പോൾ കൊട്ടിൻ്റെ സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അടുത്തെത്തി എന്നുള്ള ശുഭവിശ്വാസത്തിൽ നേരെ പോയപ്പോൾ മേളം തുടങ്ങിയായിരുന്നു. ആനകളും എല്ലാം നിരന്നു നിന്നു. പിന്നത്തെ പൂരം നിങ്ങൾ കണ്ടോളൂ ഗൈസ്. ചിലപ്പോൾ പോയാണ് വാശിയേറിയ പരിപാടി.
ആനക്കുട്ടി പവർ ശരിയായോ മക്കാടെ ധർമ്മനാണ്. ടിക്കറ്റ് കാണാൻ നിൽക്കുന്ന കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല.
നിങ്ങൾ നൽകുന്ന സഹായം കൊണ്ടാണ്. ഞങ്ങൾക്കറിയാവുന്ന ഏക വഴിയാണിത്. പാട്ടുപാടുമ്പോൾ മനസ്സുകൾ നൽകുന്ന നാണയത്തുള്ളുകളാണ് ഞങ്ങളുടെ. രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഞങ്ങൾ, ഭൂമി ലോകത്തിന്റെ നിറവർണ്ണങ്ങൾ അറിയാത്ത ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നവരെ കണ്ടിട്ട് ഒരു 6 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ അതിൽ നിന്ന് ബസ് കയറി ഞങ്ങൾ നേരെ തൃശ്ശൂർ പോയി ഇറങ്ങി. അപ്പോൾ ഒരാൾക്ക് 55 രൂപ ടിക്കറ്റായി. അപ്പം അവിടെ നിന്ന് നേരെ തൃശ്ശൂർ പോയി. ട്രെയിൻ കിട്ടുമെന്ന് നോക്കി. ഫസ്റ്റ് സ്ലീപ്പർ കിട്ടാത്തതുകൊണ്ട് ജനറലെടുത്തു. ഭയങ്കര തിരക്കായിരുന്നു. സൂചി കുത്താൻ പോലും ഇടയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വഴിക്ക് പോയില്ല. പിന്നെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അതും നടന്നില്ല. നോക്കി നിൽക്കുന്നതല്ലാതെ ബസ്സും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഫൈനലി വീണ്ടും തിരിച്ചു വന്നു. ഞങ്ങൾ വീണ്ടും ട്രെയിനിൽ തന്നെ യാത്രയായി. വെളുപ്പിനെ വീടും എത്തി. ഓക്കെ ഗായ്സ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.